സമയം രാവിലെ 9:11 ആയിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. നിഫ്റ്റി ആണെങ്കിലും അത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒന്നുമല്ല, സ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ പറയും. ഒരു 27 പോയിന്റ്സ് ആ കൂടിയിട്ട് നിഫ്റ്റി അതും 27 പോയിന്റ്സ് ഡൗൺ സൈഡിലേക്കാണ്. 27 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ടിന്റെ ഉള്ളിലാണ് വന്ന് നിൽക്കണത്. ചിലപ്പോൾ അതിന് ശേഷം ഒന്ന് ഇത്രയ്ക്കൊക്കെ പോയിട്ട് ആ ഒരു റേഞ്ചിൽ പോയിട്ട് ഇന്നത്തെ ഇപ്പൊ മെയിൻ വ്യൂ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ അപ്സൈഡ് പോവാം, അല്ലെങ്കിൽ താഴേക്ക് വരാം. ഈ രണ്ട് ഇതാണ് മെയിനായിട്ട് മനസ്സിലുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കിയിട്ട് ഒരു എൻട്രി എടുക്കാം. നമുക്ക് ഇന്നത്തെ CPR ഏരിയ ഇത് വരുന്നത്. ഇപ്പൊ ഇന്നലെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടാണല്ലോ പോയത്. ആ ഒരു ഗ്യാപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ CPR ടച്ച് ചെയ്ത് തന്നെ ഒറിജിനൽ ആയിട്ട് കിടക്കുന്നുണ്ട്, CPR ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത് കിടന്നു, അതായത് ഇന്നലെ നമ്മുടെ ഇന്നലത്തെ പഴയ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് കിടന്നു പ്രൈസ് കയറിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ്. അത് ഇനിയും ഫില്ല് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ, മിഞ്ഞാന്ന് പറഞ്ഞ പോലെ നമ്മുടെ സപ്പോർട്ടില് രണ്ടു വട്ടം സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ അപ്സൈഡ് പോയി. അവിടെ പോയിട്ട് കുറച്ചേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നിക്കണത്. അപ്പോ നമുക്ക് നല്ല ലോസ് ആയിരുന്നു, കാരണം നല്ലപോലെ DK ഉണ്ടായിരുന്നു മോർണിംഗ് ഓൾമോസ്റ്റ് ഈ ഒരു സമയം വരെ. 1 മണിക്ക് ശേഷമാണ് മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം കാണാൻ നമുക്ക് സാധിച്ചത്. അതുവരെ നല്ല പോലെ ഇതായിട്ട് നമ്മൾ ഇവിടുന്ന് എൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഏരിയ കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മള്. പക്ഷെ ഈ ഒരു ഇത് താഴേക്ക് ഇത്രയും വന്നോണ്ട് കൂടിയിട്ട് നമ്മൾ വാങ്ങിയെടുത്തുനിന്ന് വീണ്ടും താഴേക്ക് SL ഒക്കെ ഹിറ്റ് ചെയ്തിട്ടാണ് ഈ ഒറ്റ ക്യാൻഡിലാണ് നമ്മൾ ലോസ് അടിച്ചത്. പിന്നെ അതിന് ശേഷം നല്ല മൊമെന്റം കിട്ടി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ 15 മിനിറ്റ് ഒരിക്കല് ഇന്നലെ അതായത് ലാസ്റ്റ് നമ്മൾ ഇട്ട അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്, ഈ ഒരു ഏരിയ. അപ്പോ അതിപ്പോ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ ഉണ്ട്. അതൊരു സോൺ ആയിരുന്നു സത്യം പറഞ്ഞ. അത് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടാണ്, പ്രോപ്പർ ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, ഗ്യാപ്പ് അപ്പ് നടത്തിയിട്ടാണ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ബുള്ളിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ടാവും മാർക്കറ്റ്. എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാട്ടോ. സമയം ഇപ്പൊ ഏകദേശം ഒരു 12 മണി ആയിട്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു എൻട്രി എടുത്തിരുന്നു കുറച്ചു നേരത്തെ മുമ്പ്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. മെയിനായിട്ട് എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്ന് മാർക്കറ്റ് ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഒന്നും പറയാനും പറ്റില്ല, ഫ്ലാറ്റ് ഓപ്പണിങ് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് നടത്തി നമ്മുടെ CPR പ്ലസ് നമ്മുടെ സപ്പോർട്ട് സോണിലും. അതായത് നമ്മുടെ സപ്പോർട്ട് സോണിലും സപ്പോർട്ട് എടുത്തിട്ടൊന്ന് അപ്സൈഡ് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് മുകളിൽ എന്താണ് ചെറിയൊരു ഗ്യാപ്പ് ഒന്ന് ഫില്ലിങ് നടത്തിയിരുന്നു ഓൾറെഡി. അതിനുശേഷം ഇപ്പോ ഓൾമോസ്റ്റ് ഒരു 11 മണി ആവണാട്ടി മുന്നേ 10:45 ഒരു നമ്മുടെ അപ്സൈഡിലുള്ള റെസിസ്റ്റൻസ് സോണിൽ നിന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. പക്ഷെ നമ്മൾ അവിടെ എൻട്രി എടുത്തില്ല, കാരണം ഇന്ന് നല്ല രീതിയിലുള്ള DK ഉണ്ട് മാർക്കറ്റിൽ. ഇതുവരെ വലിയ മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതായത് ഏകദേശം 12 മണി ആയിട്ട് പോലും ഇപ്പൊ വന്ന അവസാന 2 ക്യാൻഡിൽസിലൊക്കെയാണ് മാർക്കറ്റിൽ മൊമെന്റം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 12 മണി ആയിട്ട് പോലും സെയിം ഏരിയയിലേക്ക് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയണ പോലെ തന്നെ ഏകദേശം നമ്മൾ എടുക്കാൻ കൺസിഡർ ചെയ്ത ക്യാൻഡിൽ 10:36 ക്യാൻഡിലാണ്. അപ്പൊ അത് ഏകദേശം നമ്മുടെ റെസിസ്റ്റൻസ് സോണിന്റെ അടുത്ത് നിന്നാണ് റിവേഴ്സൽ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അവിടെ നിന്നാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്ത് ലിമിറ്റ് ഓർഡർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് 11:36 ക്യാൻഡിൽ. നിങ്ങൾക്ക് ഇപ്പൊ കാണാം എൻട്രി എടുത്ത ക്യാൻഡിൽ ഏകദേശം 11:36 ക്യാൻഡിൽ. അതും പിന്നെ അതേപോലെ നമ്മള് റിവേഴ്സൽ ആയി എന്ന് പറയുന്ന ഒരു ഏരിയ 10:36 ക്യാൻഡിലും ഏകദേശം 1 മണിക്കൂർ മൂവ് ചെയ്തിട്ട് അടക്കമാണ് ഈ പറയണത്. സെയിം ഏരിയയിലാണ് നിങ്ങൾക്ക് ലോ കാണുന്നത്. പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കി അറിയാം, 24,000 പുട്ട് ഓപ്ഷനിൽ 17 എന്നുള്ള റേറ്റിൽ വരുന്നത്.
അപ്പോൾ പ്രീമിയം വലിയ മൂവി ഇല്ലേ, ഇപ്പോഴാണ് ഒരു മൊമെന്റം കിട്ടിയത്, അപ്പോഴാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. പിന്നെ ഇവിടുന്ന് ഇനി താഴത്തേക്ക് പോകുന്നുള്ള മാർക്കറ്റിന്റെ പാറ്റേൺ കണ്ടിട്ട് താഴേക്ക് പോകുന്നുള്ള ഒരു വ്യൂവിൽ ഇനിയാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങള് ഇപ്പൊ നമ്മള് വരച്ച സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം നമ്മൾ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ നമ്മുടെ സോണുകളൊക്കെയും സ്ഥിരം സെയിം തന്നെ ആവാറ്. ബാക്കി എന്തെങ്കിലും വരുന്ന മാർക്കറ്റിലുള്ള ഏരിയകൾ മാത്രമാണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യാറ് കൂടുതലും. അപ്പൊ അതും കൂടി നോക്കുക ക്ലിയർ ആയിട്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് എൻട്രി എടുക്കാറ്. പലപ്പോഴും എൻട്രി എടുത്താലും കൂടിയിട്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം DK വന്നു ഒന്നാമത്തെ കേസ്. പിന്നെ അതുപോലെ ഇന്ന് രാവിലെ തന്നെ ഒരു അപ് സൈഡിലേക്കുള്ള ഒരു വ്യൂ കിട്ടിയിട്ട് എൻട്രി ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി മിസ്സായതായിരുന്നു. പലപ്പോഴും എൻട്രി മിസ്സാവും. അതിനുശേഷം അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് 12 മണി ആവുമ്പോഴാണ് അടുത്ത എൻട്രി എടുത്തത്. പിന്നെ ഇന്നലെ എക്സ്പയറി ഡേയും കൂടിയാണ് നിഫ്റ്റിയിൽ. അപ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാ മൊമെന്റം എന്നുള്ളത് അറിയാൻ പറ്റില്ല. ലാസ്റ്റ് എക്സ്പയറി നിഫ്റ്റിയുടെ വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചലനമൊന്നും സൃഷ്ടിക്കാണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് തന്നെ. അപ്പൊ ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ക്യാൻഡിൽസിന്റെ മൊമെന്റം കണ്ടിട്ട് നമ്മൾ പിന്നെ ഇന്ന് എടുത്തിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ 24,000ന്റെ പുട്ട് ഓപ്ഷൻ എടുക്കാനുള്ള മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസും കൂടി നോക്കിയിട്ടോ. ഏകദേശം നമുക്ക് 17 റേഞ്ചിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 15 പോയിന്റ്സിന്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാറ്. അപ്പൊ ആ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ആവാനായിട്ട് മാക്സിമം ടൈം നമുക്ക് ഇന്ന് എടുക്കുക 3 മണി ആവണം. അപ്പോ പക്ഷെ ഇത് ഇനി നമ്മുടെ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ടാർഗറ്റിലേക്കാണ് പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹീറോ സീറോ എന്നുള്ള രീതിയിലാണ് എൻട്രി കൺസെപ്റ്റ് വരിക. കാരണം നമുക്കൊന്നും അറിയാം മാക്സിമം നമ്മൾ ഇന്ന് എത്ര ലോസ് വെക്കുക എന്നുള്ളതും എത്ര പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതും. ഞാനിപ്പോ ഇന്ന് എടുത്തിട്ടുള്ളത് ഏകദേശം 195 ക്വാണ്ടിറ്റി 17.25 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് മാക്സിമം നമുക്ക് ലോസ് വരിക 3,363 രൂപയാണ്. പക്ഷെ അത്രയൊന്നും ലോസ് വരില്ല. ഞാൻ എന്നാലും ഒരു SL ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു 6 എന്നുള്ള രീതിയിൽ 6. അപ്പൊ അതാണ് ഹീറോ സീറോ എന്നുള്ള ട്രേഡ് വരുന്നത്. പക്ഷെ ഇവിടുന്ന് മൂവ് ചെയ്താൽ എത്ര ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഒന്ന് കിട്ടാം. നല്ലൊരു പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം ലോസ് അടിച്ചെങ്കിൽ കൂടിയിട്ട് ഒരു നല്ലൊരു പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യാച്ചെങ്കിൽ ഞാൻ അവിടെ പ്രോഫിറ്റ് എന്തായാലും ബുക്ക് ചെയ്തിട്ട് ഇറങ്ങും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഒരു നല്ലൊരു മൂവ് കിട്ടിയാൽ നമ്മുടെ SL ട്രെയിൽ ചെയ്തിട്ട് പതുക്കെ പതുക്കെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം സ്പോർട്സ് ആയിട്ട് താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ CPRന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ റെസിസ്റ്റൻസ് സോണ് ഓൾമോസ്റ്റ് സപ്പോർട്ട് സോൺ ഓൾമോസ്റ്റ് ബ്രേക്ക് കവറായിട്ട് നിൽക്കുന്നത്. പക്ഷെ പ്രോപ്പർ ആയിട്ട് വലിയ ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോ പിന്നെ ആദ്യം നമ്മള് സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് ഒന്ന് കോസ്റ്റ് കോസ്റ്റിൽ ഒന്ന് വെച്ചിരുന്നു. പക്ഷെ വീണ്ടും ക്യാൻഡിൽസിന്റെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നമുക്ക് 2-3 ദിവസങ്ങളിലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പലപ്പോഴും പ്രീമിയം DK ആയിട്ട് വന്നിട്ട് നമ്മുടെ SL ഹിറ്റ് ആയിട്ട് പിന്നെ മൂവ് ചെയ്യണത്. അപ്പൊ അതൊന്ന് വരരുത് എന്നുള്ള രീതിയിലാണ് ആദ്യം വെച്ച ട്രെയിൽ ചെയ്ത് വെച്ച സ്റ്റോപ്പ് ലോസിന് വീണ്ടും കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നോർമൽ SL-ലേക്കാണ് മാറ്റി വെച്ചത്. ഇപ്പൊ വീണ്ടും നമ്മുടെ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റം ക്യാൻഡിൽസ്
സ്റ്റിക്സ് കണ്ടപ്പോ, അതായത് പ്രീമിയത്തിന്റെ ചാർട്ടിൽ കണ്ടപ്പോഴാണ് നമ്മൾ വീണ്ടും എടുത്ത് ഒരു ചെറിയൊരു ലോസ് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് സ്വിങ്ങിൽ ഒരടിയിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എസ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇത് കയറി വെച്ചെങ്കിൽ ഒന്നും കൂടി പോയിന്റ് പൊടിക്ക് കയറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്തിട്ടിരിക്കാം ടാർഗറ്റിലേക്ക് പോകാനായിട്ട്. കാൻഡിൽസിൽ നല്ലൊരു മൂവ് വരുന്നുണ്ട് നമുക്ക് എന്തായാലും. ഇപ്പൊ ഏകദേശം നമ്മള് 17 എൻട്രി എടുത്തിട്ട് 20 പോയിന്റ്സിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അവിടുന്ന്. നമ്മൾ ഓൾമോസ്റ്റ് എൻട്രിക്ക് ശേഷം നല്ലൊരു മൂവ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ. നമ്മള് യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ ഡബിൾ ആണ് ഇപ്പോ പ്രോഫിറ്റ് കാണിക്കുന്നത്. അതാണ് പെർസെന്റേജസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പിന്നെ ഞാൻ വെച്ച അത്രയും പോവാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയ വരെ, 200 EMI CPRന്റെ ടോപ്പ് വരേക്കും. പക്ഷെ അത് എത്രത്തോളം നീങ്ങി എത്തും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കൊന്ന് ഇനിയിപ്പോ ലോസ് വരിക വെച്ചെങ്കിൽ നമുക്ക് ലോസിലേക്ക് പോകരുതെന്നുള്ള രീതിയിൽ നമ്മളെ എൻട്രി ടാർഗറ്റിനെ ഒന്ന് സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇനിയിപ്പോ മാക്സിമം ലോസ് പ്രോഫിറ്റ് വന്നാലും, അല്ല സോറി, എക്സൽ ഹിറ്റായാലും നമുക്ക് 4000 വരെ അടുത്ത് പ്രോഫിറ്റ് എന്തായാലും കിട്ടും. അപ്പോൾ 1:2 ആണ് അത് എന്തായാലും. അതൊരു നല്ലൊരു ഇതാണ് 1:2. ലോസ് അവനേക്കാൾ നല്ലതല്ലേ എപ്പോഴും. ഞാൻ പലപ്പോഴും എൻ്റെ ട്രേഡിംഗ് കരിയറിൽ പഠിച്ചിട്ടുള്ള ലോസിലേക്ക് എത്തണേക്കാളും നല്ലത് നമ്മൾ പ്രോഫിറ്റ് ചെറുതാങ്ങിയ ചെറുത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരുന്ന ദിവസങ്ങളിൽ, പക്ഷെ ഇന്നലത്തെ ദിവസം എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ട്രേഡ് കോസ്റ്റ്യൂസിൽ ഇറങ്ങി, വലിയ മൊമെന്റ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. പക്ഷെ അതിന് ശേഷം ലാസ്റ്റ് വന്ന മൊമെന്റ് ഇതേപോലെ തന്നെ ഞാൻ വെറുതെ ഒരു എൻട്രി എടുത്തു. ഇന്നലത്തെ എൻ്റെ മൈൻഡ് അങ്ങനെയായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മുടെ റെസിസ്റ്റൻസും സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ CPR ബ്രേക്ക് ചെയ്തിട്ട് 200 EMI ഏരിയയിലാണ്. ഇവിടുന്ന് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ ഏത് ഏരിയ വരെ പോകുന്നുള്ളത് നമുക്ക് അറിയില്ല. താഴെ ഇന്നലത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്, മുകളിലും ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. ഓവറോൾ മാർക്കറ്റ് ആ ഒരു ഇതിലായ കാരണം, ഡെയിലി ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയ കാരണം ഓവറോൾ നമ്മുടെ ഗ്ലോബൽ സെന്റിമെന്റ്സ് അങ്ങനെ ആയതുകൊണ്ടും പിന്നെ ഓരോരോ ദിവസങ്ങളിൽ വരുന്ന ന്യൂസും കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ മാർക്കറ്റ് അങ്ങനെയാണ്, എപ്പോഴും ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യും. അത് ചില സമയത്ത് നമുക്ക് പോസിറ്റീവ് ആണ്, ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുമാണ് വരുന്നത്. ഇപ്പൊ എൻട്രി എടുത്തിട്ട് എബവ് ഒരു 1:3 എബോക്ക് പോയതാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഇനി സ്റ്റോപ്പ് ലോസിന് താഴേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം ഇന്നൊരു എക്സ്പയറി ഡേയും കൂടി ആയ കാരണം നമുക്ക് അറിയില്ല എന്താ മാർക്കറ്റിന്റെ അടുത്ത മൂവ് എന്നുള്ളത്. ഇത് വന്ന SL ഇറ്റ വെച്ച് നമ്മളിത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എന്തായാലും ഇറങ്ങും. നമുക്ക് 1:2 ഉണ്ടല്ലോ എന്തായാലും, അത് മതി. ഓക്കെ, ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സെല്ലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പുതിയൊരു ട്രേഡ് എടുക്കുമ്പോഴേക്കും ബൈ.